ഹായ് ഹലോ, എൻ്റെ തയ്യൽ മേഖലയിൽ പുതിയൊരു പരീക്ഷണമാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീട്ടിൽ ഞാൻ തയ്യൽ തുടങ്ങിയ പിന്നെ വീട്ടുകാരുടെ വക നല്ലൊരു പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇടാൻ പറ്റാത്തതും കീറിപ്പോയതും ചെറുതായി പോയതുമായിട്ടുള്ള തുണിക്കെട്ടുകൾ ഇപ്പോൾ വന്ന് അടിയുന്നത് എന്നിലാണ്. അങ്ങനെ വന്ന് അടിഞ്ഞതിൽ ഒരു ഐറ്റമാണ് ഈ ചേട്ടൻ്റെ ഈ ജീൻസ് പാൻറ്റും. സംഭവം കുറച്ച് കീറിപ്പോയി മങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളിത് ഉപേക്ഷിച്ചത്. അപ്പൊ ഇതിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആളെ ഒന്ന് വേറൊരു ഗെറ്റപ്പിൽ ഞാൻ ആക്കാൻ പോവാണ്. ജീൻസ് പാന്റിനെ നമുക്ക് ഉപയോഗമുള്ള രീതിയിൽ വേറെ എങ്ങനെ മാറ്റാമെന്ന് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഒരു ഐറ്റമാണ് ഞാനിപ്പോൾ പരീക്ഷിച്ച് നോക്കുന്നത്. ആദ്യത്തെ പാന്റിനെ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ പാകത്തിനുള്ളൊരു ബനിയൻ ഞാൻ തപ്പിയെടുത്തു. ആ ഒരു ഉടുപ്പിന്റെ അളവിനാണ് ഞാൻ സംഭവം വെട്ടിയെടുക്കുന്നത്. ഞാൻ എന്താണ് തയ്ക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലേ. ജാക്കറ്റാണ് ഞാൻ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കട്ട് ചെയ്തെടുത്ത കാലിന്റെ പോർഷൻ നമുക്ക് ജാക്കറ്റിന്റെ സ്ലീവ് ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ജാക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ എടുത്തിട്ടുള്ള ബനിയൻ ഓൾറെഡി നല്ല ഫുൾ സ്ലീവ് ആണ്. കട്ട് ചെയ്തെടുത്ത പാന്റിനെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് നമ്മൾ അളവിനായിട്ട് നേരത്തെ എടുത്ത ബനിയനെ തന്നെ വീണ്ടും എടുത്ത് വെക്കുവാണ്. എന്നിട്ട് ഇതേ ഷോൾഡർ ഏകദേശം ഏതുവരെ വേണ്ടി വരും എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ആ ഇടുപ്പിന്റെ പോർഷൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് പാന്റിന്റെ. അതത്രയും അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ തന്നെ ജീൻസ് പാന്റിന്റെ ഭാരം ഒന്നങ്ങ് കുറഞ്ഞു. അതിനുശേഷം വീണ്ടും നമ്മുടെ പാന്റിനെ ഒന്ന് നൂത്തിട്ടിട്ട് സിബ് വരുന്ന ഒരു പോർഷനും കൂടി ഉണ്ടായിരുന്നു. അതും ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്ത് കളയുവാണ്. സിബിന്റെ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാൻ സെന്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് പാർട്ടായിട്ട് കിട്ടും, രണ്ട് ലെഗിന്റെയും. അങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം ആ ലെഗിന്റെ ആ ഒരു ജോയിന്റ് വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. അതൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു കുഞ്ഞു ടോപ്പൊക്കെ തയ്ക്കാൻ രീതിക്കുള്ള ഒരു തുണി നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാലിന്റെ പോർഷൻ ഞാൻ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ എങ്ങനെ ഇരുന്ന ജീൻസ് പാന്റിന് ഞാൻ ഈ കോലത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തയ്ക്കാൻ തുടങ്ങിയ സമയത്ത് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഐഡിയയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ തയ്ക്കുന്നത് കണ്ടിട്ട് വീട്ടിൽ അമ്മയൊക്കെ ഒന്ന് ചോദിച്ചത് ആദപ്പന് വേണ്ടിയിട്ട് ഞാൻ എന്തോ തയ്ക്കുന്നതാണ്. കാരണം സംഭവം നല്ല ചെറുതായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കട്ട് ചെയ്ത പാന്റിന്റെ പോർഷൻ ഒന്നുകൂടെ മടക്കിയിട്ടപ്പോഴത്തേക്ക് ഒരു ലെവൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ആ ഒരു ബാലൻസ് പോർഷൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും അളവിന് വേണ്ടി എടുത്ത് വെച്ചിരുന്ന ടോപ്പ് ഒന്നുകൂടെ അതിൻ്റെ പുറത്തെടുത്ത് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അളവും കാര്യങ്ങളൊക്കെ. ഇതിൽ സത്യം പറഞ്ഞാൽ അളവൊക്കെ എങ്ങനെ എടുക്കണം എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ജാക്കറ്റായിട്ട് പുറത്തുകൂടെ ഇടുന്നതുകൊണ്ട് നമ്മുടെ ടോപ്പിനേക്കാളും കുറച്ചുകൂടെ വലുതായിട്ട് നിൽക്കണം എന്നുള്ളത് എനിക്ക് ഒരു ഊഹം തോന്നി. അത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ മുന്നേ കണ്ട വീഡിയോയിൽ അവരെന്തൊക്കെ അളവൊക്കെ വെച്ചിട്ട് നല്ല കാര്യമായിട്ട് കണക്കൊക്കെ നോക്കിയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനും കണക്കും പണ്ട് ശത്രുക്കളായതുകൊണ്ട് എനിക്കതൊന്നും വശമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടേപ്പ് വാങ്ങിച്ച് പോലും കഷ്ടപ്പെടാത്തത്. കാരണം എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ കയ്യിൽ അളവിനുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് തയ്ക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ച് തെന്നി മാറി. എന്നാലും ഞാനത് പൂരിപ്പിക്കാം. ഈ മാർക്ക് ചെയ്ത സംഭവത്തിലൂടെ തന്നെ ഞാനൊന്ന് കത്രിക ഓടിച്ചെടുക്കുവാണ്. ഇതൊക്കെ നല്ല കോൺഫിഡൻസോടെ ചെയ്യുന്നുണ്ടെങ്കിലും എന്തായി തീരുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ടാണ് വീട്ടിൽ എന്താണ് ഞാൻ ഈ തയ്ക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ വെളിപ്പെടുത്താതെ. എങ്ങാനും ഫ്ലോപ്പായി പോയി അവരുടെ കളിയാക്കൽ ഞാൻ സഹിക്കണം. കട്ട് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു കോലത്തിലാണ് നമുക്ക് ഉടുപ്പ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് ജാക്കറ്റിന് വേണ്ടി കോളർ തയ്ക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച് ഇടുപ്പിന്റെ പോർഷൻ ഒന്നുകൂടെ തപ്പിയെടുത്തു. കുറച്ച് നീളം കുറച്ച് ഈ ഒരു ബാൻഡൊക്കെ ഒന്ന് ഇളക്കി കളയുവാണ്. പിന്നെ അവിടെ ഇരുന്ന് അല്ലറ ചില്ലറ നൂലും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ ടോപ്പ് ഒന്ന് തയ്ച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഷോൾഡറും സൈഡും ഒക്കെ കൂടെ ഞാൻ കൈജോലി ചെയ്യാൻ തുടങ്ങുവാണ്. ഇപ്രാവശ്യം നമ്മൾ തയ്ക്കുന്ന ജീൻസിന്റെ തുണി ആയതുകൊണ്ടും പിന്നെ കൈത്തയ്യലാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടും തയ്ച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ സൂചി ഒന്ന് ഈ തുണിയിൽ കയറി വരാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ചില കട്ടിയുള്ള പോർഷൻസിലൊന്നും ഒട്ടും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് അങ്ങ് പോയത്. ഷോൾഡർ രണ്ടും തയ്ച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കോളറിൽ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒന്ന് വെച്ച് നോക്കുവാണ്. എത്ര ലെങ്ത് ഒക്കെ വേണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അതിനുശേഷം നമ്മുടെ ജാക്കറ്റ് ഒന്ന് സെന്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കും. കാരണം ജാക്കറ്റ് ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. സ്ലീവ്ലെസ് ജാക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഫുൾ സ്ലീവ് ഉള്ള ഒരു ബനിയൻ തന്നെ സെറ്റ് ചെയ്തെടുത്തത്. കോളറിന്റെ പോർഷനാണ് ഞാൻ ഈ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇച്ചിരി പാടായിരുന്നു. കാരണം നമ്മുടെ ജീൻസ് പാൻറ്റിൽ അത് ഇടുപ്പിന്റെ പോർഷനാണ് ഞാൻ അത് കോളറാക്കി വെച്ചത്. അപ്പോൾ ഇടുപ്പിന്റെ പോർഷൻ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ. ഈ ഒരു ജാക്കറ്റ് മെഷീനിൽ എനിക്ക് ഏറ്റവും ടഫുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു കോളർ പോർഷൻ തയ്ച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. കോളർ മൊത്തം തയ്ച്ചെടുത്തപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ജാക്കറ്റ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ അല്ലറ ചില്ലറ അറ്റകുറ്റ പണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജാക്കറ്റ് നേരത്തെ സെൻറ്ററിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോർഷൻ ഞാനൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അളവിനനുസരിച്ച് സൈഡ് രണ്ടും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട്. കാരണം പിരിന്നു പോകാൻ ചാൻസ് ഉണ്ട്. സ്ലീവ് വെച്ച് കൊടുക്കുന്നില്ലെങ്കിലും കയ്യും നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കണമായിരുന്നു. കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പിരിന്നു പോകും. അപ്പോൾ ഈ പണികളൊക്കെയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്പീഡിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയൊന്നും എനിക്ക് പറയാൻ ഡയലോഗില്ല. അതുകൊണ്ട് ഈ വീഡിയോ ലാഗ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പീഡിൽ കാണിച്ചു പോകുന്നത്. അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞ് ഈ ജാക്കറ്റ് ഇടാമല്ലോ എന്ന് പറഞ്ഞെടുത്ത് വെച്ചപ്പോഴാണ് ഈ ഓട്ട ഭാഗം ഞാൻ കണ്ടത്. അപ്പോൾ ഇനി ഓട്ടം മറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോക്കറ്റ് എടുത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു.
പാൻറ്റീന്ന് ഇളക്കിയെടുത്തൊരു പോക്കറ്റ് തന്നെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അത് ഞാൻ എടുത്തു വെച്ചു. നേരെ വെക്കാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷെ ചരിഞ്ഞുപോയി. അങ്ങനെ പണിയെല്ലാം പൂർത്തിയാക്കി ഞാൻ ജാക്കറ്റ് ഇട്ട് നോക്കാണ്. ഇതാണ് നമ്മുടെ ജാക്കറ്റിന്റെ ഫൈനൽ ലുക്ക്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.